ഹായ്, സുഖല്ലേ? ഇപ്പോൾ തൊപ്പിയുടെ വിഷയം നടക്കുകയാണ്. അറിഞ്ഞു കാണും. ലുക്കൗട്ട് നോട്ടീസ് വരെ പോലീസ് ഇറക്കാൻ നിൽക്കുകയാണ്. അമ്മാതിരി മൂഞ്ചലാ മൂഞ്ചിക്കണത്. എന്തൊക്കെയായിരുന്നു ഇവനൊരു തെളിവ് വെക്കുക, അതിന് പകരം അതിൻ്റെ ഡബിളായിട്ട് നാട്ടുകാരെ വിശ്വസിപ്പിക്കാൻ മറ്റൊരാൾ തെളിവ് വെക്കുക. ഇതിൻ്റെ ഇടയിൽ കുടുംബങ്ങൾ ഇത് കാണുന്നുണ്ടോ, മക്കളിത് കാണുന്നുണ്ടോ? ഓൽക്ക് വല്ല തെളിവ് നിരത്തലായിരുന്നു. എന്തായാലും വാനോളം വാഴ്ത്തിയുന്ന തൊപ്പിയെ ഇപ്പം കാണാനും ഇല്ല. തൊപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും കാണാനില്ല. മാത്രമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് തൊപ്പിനോട് വൈരാഗ്യമുള്ള സകലന്മാരും പുറത്തു വന്നിട്ടുണ്ട്. എന്തിന്? കിട്ടിയ ചാൻസ് ഒന്ന് മുതലാക്കാൻ വേണ്ടിയിട്ട് പരിഹസിച്ചും കൊണ്ടും കളിയാക്കിയും കൊണ്ടും എല്ലാം. തൊപ്പി കുറേ ആളുകൾക്ക് നല്ല ചെയ്തിക്കുന്നു പറയും, കുറേ ആളുകൾ പറയാം അത് ഫുള്ള് ഡ്രാമയായിരുന്നു എന്നുള്ളത്. എന്തായാലും കൂടെ ഉണ്ടായിരുന്ന മമ്മുഞ്ഞിനെ പൊക്കിയിരിക്കുന്നു. എന്തൊക്കെയായിരുന്നു മമ്മുഞ്ഞ്? ഓൻ പറഞ്ഞത് എന്താ? എന്നെ കൊണ്ട് കക്കൂസ് വരെ കെഗിപ്പിച്ചിരിക്കണമെന്നാ. അതായത് ഇത്രയും തണ്ടും തടിയുണ്ട്, എന്നിട്ട് ഓൻ തൊപ്പിയാണ് പടച്ചോനെന്നും പറഞ്ഞ് വന്ന് തൊപ്പിയുടെ പിന്നാലെ ഇരുന്നിട്ട് അവസാനം തൊപ്പി പണിയെടുപ്പിച്ചതായ കുഴപ്പം. പിന്നെ തൊപ്പി എനിക്ക് ശമ്പളം കൊടുത്തിട്ടില്ല, ശമ്പളം കൊടുക്കലില്ല എന്നുള്ളത്. അപ്പൊ തൊപ്പി എന്ത് ചെയ്തു? ഞാൻ ഇതൊക്കെ കൊടുത്താന്ന് പറഞ്ഞ് നിരത്തി. അപ്പൊ പറഞ്ഞു അതൊക്കെ സാധനങ്ങൾ മേടിക്കാൻ തന്നതല്ല, ഞങ്ങൾക്ക് ശമ്പളം തന്നതല്ല എന്ന്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റ് ആയിരുന്നു. അതിൻ്റെ ഇടയിൽ തെളിവ് നിരത്തേണ്ട ഭാഗമായിട്ട് തൊപ്പി എന്ത് ചെയ്തു? ഇവരെ കുറച്ച് രഹസ്യങ്ങളും ന്യൂഡായിട്ടുള്ള ഫോട്ടോസുകളും തൊപ്പി സമൂഹ മാധ്യമങ്ങളിലൂടെ മുഴുവൻ പോസ്റ്റ് ചെയ്തു. എന്തിനെ? അവരെ ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടും അവരെ നടപ്പിക്കാൻ വേണ്ടിയിട്ടും. പക്ഷെ പണി കിട്ടിയത് തൊപ്പിക്ക. അവരത് കേസ് കൊടുത്തതോടുകൂടെ എന്ത് ചെയ്തു? ഇപ്പൊ തൊപ്പിയുടെ യൂട്യൂബ് ചാനൽ തന്നെ ഡിലീറ്റ് ആക്കി കളഞ്ഞേക്കണു. ഏത്? നമ്മളെ കേരള പോലീസ്. അത് അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. എന്താ അറിയോ? നമ്മളെ അനുമതി ഇല്ലാതെ മറ്റൊരാളുടെ ഇതുപോലെയുള്ള രഹസ്യങ്ങൾ മീൻസ് ഇത്തരത്തിലുള്ള ഈ പേഴ്സണലായിട്ട് വരുന്ന കുറച്ച് ലീലാവിലാസങ്ങളില്ലേ, അത് അവരുടെ അനുമതി ഇല്ലാണ്ട് പോസ്റ്റ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. ആ കംപ്ലൈൻറ്റ് വെച്ചിട്ട് കേരള പോലീസ് മുൻപത്തെ അവൻ്റെ വീഡിയോസും മുൻപ് കാണിച്ചു കൂട്ടിയിരുന്നതും എല്ലാം പാടെ ഒരുമിച്ച് കൂട്ടി ഒരു കൊട്ടയിലാക്കിയിട്ട് നേരെ എന്ത് ചെയ്തു? യൂട്യൂബാണ് അടിച്ചാണ് കളഞ്ഞു. എത്ര വരുമാനം വന്നിരുന്ന യൂട്യൂബ് ചാനൽ അറിയൂ. ഇപ്പൊ തൊപ്പി എവിടെയെന്ന് പോലും അറിയില്ല, തൊപ്പിനെ കുറിച്ച് അന്വേഷിക്കാനും ആളില്ല. എന്തൊക്കെയായിരുന്നു തൊപ്പി? മുമ്പൊരിക്കൽ തൊപ്പിനെ പിടിച്ചവർക്കൊക്കെ അറിയും. ഈ സംഭവം ഇതിലവനെ കേരള പോലീസ് എങ്ങനെ പിടിച്ചതെന്ന് അറിയില്ലേ? വാതിൽ ചവിട്ടി പൊളിച്ചിട്ടും അത്രയും സമൂഹ മാധ്യമങ്ങളിലൂടെ ഓൻ കാണിച്ചു കൂട്ടുന്ന അക്രമത്തെ കുറിച്ചിട്ടും എല്ലാവരും നിരവധി കംപ്ലൈന്റുകൾ ചെന്ന് അതിൻ്റെ ഭാഗമായിട്ട് അവൻ എന്ത് ചെയ്തു? ഒന്ന് തൂക്കിന്ന് മാത്രമല്ല, അന്ന് ചാർജർ കേബിൾ പോലും ബാക്കി വെക്കാതെ കേരള പോലീസ് നശിപ്പിച്ചുകൊള്ളു. അവൻ്റെ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും മൊബൈലും എന്ന് വേണ്ട സാധനങ്ങൾ മുഴുവൻ നശിപ്പിച്ചിരിക്കുന്നു. എന്നിട്ടും അവിടുന്ന് അവൻ പാറയിൽ പുല്ല് മുളക്കുന്നത് പോലെ ഇതിനൊക്കെ മറികടന്ന് അവൻ പൊന്തി വന്നു എന്ന് മാത്രമല്ല, പിന്നെ എന്ത് ചെയ്തു? പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആകാൻ തുടങ്ങി. സ്റ്റാൻഡേർഡ് മീൻസ് കാര്യങ്ങൾ അത്ര അങ്ങോട്ട് വൾഗറാകാതെ, മറ്റേത് എന്താ പറയുക, അവൻ ഇട്ടിടുന്ന ട്രൗസറൊക്കെ വലിച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഭക്ഷണം ഇടുക, നാട്ടുകാരുടെ മുമ്പിൽ തുണി ഊരി കാണിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ഈ മമ്മുഞ്ഞുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇപ്പം അടുത്ത് നടന്നതിൻ്റെ ഭാഗമായിട്ട് ഇവൻ തെളിവിനെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു മോശം ഫോട്ടോ ഇട്ടു. ആ ഫോട്ടോ ആണ് ഇപ്പം അവനിക്ക് മെനയായത്. അത് വെച്ചിട്ട് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ആ കേസിന് മുൻകൂർ ജാമ്യം കുറേ ആയി തൊപ്പി നോക്കുന്നു. തൊപ്പി ആളിപ്പോൾ ഒളിവിലാണുള്ളത്. തൊപ്പിക്ക് ജാമ്യം കൊടുക്കാൻ കഴിയൂല എന്ന് തീർത്ത് കോടതി പറഞ്ഞു. എന്നിട്ടും അവൻ ഹാജരാകാൻ തയ്യാറായില്ല. ആ ഹാജരാകാത്തിൻ്റെ ഭാഗമായിട്ടാണ് അവനിക്കിപ്പോൾ പോലീസിൻ്റെ പുതിയ നീക്കം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിപ്പിക്കുകയാണ് എന്നുള്ളത്. പക്ഷെ ഇതിൻ്റെയൊക്കെ ട്വിസ്റ്റ് എന്താ അറിയോ? ഈ തൊപ്പിയുടെ വീഴ്ചെന്ന് കാണാൻ ഇരുന്ന കുറേ ആളുകൾ നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളെ ഷാജഹാൻ പറയണമെന്ന് കേട്ടോക്കാണ് നിങ്ങള്. തൊപ്പി എവിടെ? തൊപ്പി ഇപ്പൊ ഞാൻ അറിഞ്ഞ പഞ്ചാബിൽ മീൻ കച്ചവടം ചെയ്യാന്നുള്ളതാണ് അറിഞ്ഞത്. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ വീട് അങ്ങനെ. ഇവിടുത്തെ വീടൊക്കെ ഒഴിവാക്കിയല്ലോ. എന്തെല്ലാം മീൻ കച്ചവടം തന്നെയാണോ? മീൻ കച്ചവടമാണ്. ഇപ്പൊ മീനിനിപ്പോ നല്ല റേറ്റ് കൂടുതലല്ലേ, അത് കാരണമായിരിക്കും ഈ മീൻ കച്ചവടം ചെയ്യുന്നവരൊക്കെ രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. രക്ഷപ്പെട്ടോട്ടെ. എന്താ വെച്ചാൽ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പഞ്ചാബുക്കും വേറെ അന്യ സംസ്ഥാനങ്ങളിൽ പോവില്ലാതെ വേറെ രക്ഷപ്പെടം ഇല്ലല്ലോ. ഓന് വേറെ അല്ലറ ബിസിനസ്സുകൾ വേറെ ഉണ്ട്, കാടക്കോഴി ഉണ്ടോ അങ്ങനെ. പിന്നെ അവന്റെ തൊപ്പിന്റെ ഞങ്ങളെ ഷെമീറിനല്ലോ, ഓന് പറിച്ചുപണിയാണ് അറിയണ്ടേ. പച്ചിപ്പണിയാ കണ്ണൂര് ഓല ചെയ്യില്ലടാ. പേടിയാണ്, കത്തി കണ്ട പേടിയാണ്. കോഴി ഫാമാണ്, കോഴിക്കളെ കുളിപ്പിച്ച. കേട്ടില്ല നിങ്ങള്? ഒരാളുടെ വീഴ്ചയിൽ വല്ലാണ്ട് പരിഹസിക്കണ്ട. കാരണം എന്താ അറിയോ? ഇപ്പൊക്കെ പടച്ചോ അപ്പക്കാണ്. എന്തായാലും തയ്ച്ചു വെച്ചോ ഒരു ബ്രൈസറ്. സലീംകുമാർ പറഞ്ഞ മാതിരി ഇതൊക്കെ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാവുന്ന ഒരു സംഗതിയേ ഉള്ളൂ. കൂടെ എല്ലാത്തിനും നിന്ന് അവസാനം
ചെറിയ എന്തോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉള്ള ഒരു പ്രശ്നത്തിന്റെ പേരിൽ തെറ്റിയിട്ട് അവസാനം അവന്റെ നാശം കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ ഒരിക്കലും കൂട്ടുകാരന്മാരെന്ന് പറയാനൊന്നും പറ്റൂല. എന്തിരുന്നാലും ഞങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം, ഒന്ന് കണ്ടോക്ക്. യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളി മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിൽ. മഞ്ചേരി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. നിഖിൽ പ്രമേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നിഖിൽ, ഇതെല്ലാം ഒരൊറ്റ കമ്പനിയായിരുന്നു ഈ 3 പേരും, മമ്മു, ഷമീർ, നിഹാദ് എന്ന തൊപ്പി. അവസാനം വിഴുപ്പലക്കലിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിച്ചത്. ഇപ്പോ പരാതിയിൽ എന്തൊക്കെയാണ് ഈ മമ്മുവിനെതിരെയുള്ള ആരോപണങ്ങൾ? മമ്മു ഈ കേസിലെ 4ാം പ്രതിയാണ്. പക്ഷെ 1, 2, 3 ഈ 3 പ്രതികളും ഇതുവരെ പിടുത്തം കിട്ടിയിട്ടില്ല. എന്തായാലും 4ാം പ്രതിനെ തൂക്കിയിട്ടുണ്ട്. മമ്മൂന് ചെറിയ ചെക്കനാണ്. ഈ ചെക്കനൊക്കെ എന്തിന്റെ കേടാ? ഇതിന്റെ ഉമ്മാനായിട്ട് അന്ന് കോൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു റെക്കോർഡിങ് പുറത്തു വിട്ടിരുന്നു. അതിൽ ആ സ്ത്രീയൊക്കെ പറയുന്നത് കേൾക്കണം. ഇവറ്റൊക്കെ ഒന്ന് കുടുംബല്ലെന്നാ ഞാൻ ആലോചിക്കണേ. മറ്റവന്റെ വേറെ ഒരുത്തല്ലേ, എന്താ ഫൈസലോ എന്താ അവന്റെ പേര്, ഇവന്റെ പെങ്ങടെ കല്യാണം നിശ്ചയിച്ചു എല്ലാം ഓക്കെ പറഞ്ഞു പോയിട്ട് ആ കല്യാണം വരെ മുടങ്ങി. ആ കല്യാണത്തിന്റെ ഡേറ്റ് വരെ എല്ലാതും കഴിഞ്ഞ് ഒക്കെ ഓക്കെ ആക്കിയതാ, അത് മുടങ്ങി. അതിന്റെ ഈ കാരണം ഈ പുന്നാര ആങ്ങളെയാണ്. പുന്നാരുടെ ആങ്ങളെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയ അക്രമാണ്. ആ പെണ്ണിന്റെ നിക്കാഹ് എന്തോ കഴിഞ്ഞ സമയത്ത് തന്നെയാണ് ഇവർ ഈ ഇഷ്യൂ കൊണ്ട് പുറത്തു വന്നത്. അതിൽ തൊപ്പി ഇത്തരത്തിലുള്ള ഫോട്ടോസ് പിന്നെ പുറത്തു വിട്ടു. അതിന് പകരം തൊപ്പിക്കെതിരെ ഇവര് പറഞ്ഞു. വീണ്ടും തൊപ്പി അതിന്റെ ഡബിള് പറഞ്ഞു. അവസാന സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിന് ജനങ്ങൾ ഇറങ്ങി. പോലീസ് സ്വമേധയാ കേസെടുത്തപ്പോ ഇവരൊക്കെ മുങ്ങി. ഇവരെ കളി കണ്ടപ്പോ തന്നെ പണ്ട് മുതലേ പല ആളുകളും പറഞ്ഞിരുന്നു ഇത് അധികം ഓടൂല. കാരണം എന്താ അറിയോ, ഇവരെന്നും അതായത് ഒരു എന്ത് നമുക്ക് കാണിച്ചു കൂട്ടാം സോഷ്യൽ മീഡിയയിലായാലും അല്ലെങ്കിലും. പക്ഷെ ഒരു പൂട്ട് വീണാൽ മതി, പറേനെ പിന്നാലക്കും തലക്കും മേലെ പൂട്ട് വീഴും. പിന്നെ അതിന് ഊരിപ്പോരാൻ വലിയ പാടാ. അത് പറയാൻ ഭയങ്കര രസമായിരിക്കും. കാണുമ്പോൾ അതിനൊക്കെ ചിരിക്കാൻ ആളുണ്ടാവും, കയ്യടിക്കാൻ ആളുണ്ടാവും, അതിന് ചിലപ്പോൾ വിമർശിക്കാൻ ആളുണ്ടാവും. പക്ഷെ ഈ പൂട്ടന് വീണ നമ്മളും പടച്ചോനും മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും ഉണ്ടാവില്ല. ഒപ്പം നിന്ന് നമ്മൾ കണ്ടിരുന്ന അതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ നിഴല് പോലും ആ സമയത്ത് നമുക്കെതിരെ തിരിയും. അതൊക്കെ അനുഭവിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ തൊപ്പി എത്ര വരുമാനം വന്നിരുന്നൊരു ആളാണ് ഈ തൊപ്പി, അറിയോ? അവൻ തന്നെ അവന്റെ ലക്ഷങ്ങളുടെ വരുമാനക്കണക്ക് ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പറഞ്ഞിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ 1,00,000 അല്ല, 1000 അല്ല, 100 ഇല്ല, പൈസയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പൊ നിങ്ങൾ ചോദിക്കും തൊപ്പി ആദ്യമായിട്ടല്ലല്ലോ ഇങ്ങനെയൊന്നും ചെയ്യുന്നതെന്നുള്ളത്. എങ്ങനെ? തൊപ്പി മുമ്പ് ചെയ്തിരുന്നത് എങ്ങനെ അറിയോ? തൊപ്പിയുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. തൊപ്പി സാധാരണക്കാരായി താഴത്തേക്ക് ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. പക്ഷെ അപ്പോഴാണ് അവനിക്ക് പണി കിട്ടി. അതിന്റെ കാരണം എന്താ അറിയോ? അന്ന് അവൻ്റെ അടുത്ത് കാശുണ്ടായിരുന്നില്ല. അന്നും എനിക്ക് പ്രത്യേകിച്ച് അസൂയക്കാരും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നും അവൻ്റെ അടുത്ത് കാശുണ്ട്. അപ്പൊ ഇന്ന് എങ്ങനെ വേണമെങ്കിലും അവനെ പൂട്ടണം, ഓനെ നിലക്ക് നിർത്തണം, ഓനെ ഒതുക്കണം, ഓനെ തളർത്തണം എന്ന് വിചാരിച്ച് നടക്കുന്ന കുറേ ആളുകളുണ്ട്. ഓൽക്കൊക്കെ നല്ലൊരു അവസരമായി. ഓലത് നന്നായി ഭംഗിയായി ചെയ്യുകയും ചെയ്തു. ഓൻ്റെ മേലിൽ പൂട്ട് വീഴുകയും ചെയ്തിരിക്കുന്നു. തൊപ്പിക്ക് ഒരിക്കലും മുൻകൂർ ജാമ്യം കിട്ടൂല. തൊപ്പിയുടെ ഇപ്പൊ ബാങ്ക് ആയാലും ശരി, അക്കൗണ്ട് ആയാലും ശരി, യൂട്യൂബ് ആയാലും ശരി, പിന്നെ ഒന്നുമില്ല, അതോടുകൂടെ തീർന്നു എന്നൊക്കെ പറയും എന്ന് വിചാരിക്കണ്ട. എന്നും തീരാൻ പോണില്ല. ഇവണ്ടല്ലോ ഈ അക്കൗണ്ട് പൂട്ടിയെങ്കിലും ഓനിപ്പോൾ ഇതിൽ ജാമ്യം കിട്ടിയിട്ട് പുതിയൊരു അക്കൗണ്ട് ഉണ്ട്, തുടങ്ങേണ്ട താമസമേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇപ്പൊ എത്ര ഫോളോവേഴ്സോ എത്ര സബ് ഉണ്ടോ അത് മുഴുവൻ ഉണ്ടാവും. ആ അക്കൗണ്ട് വഴി ഓൻ്റെ എക്സ്പ്ലനേഷൻ തുടങ്ങും. ഞാൻ അങ്ങനെയല്ല ചെയ്ത്, ഞാൻ ഇങ്ങനെയല്ല ചെയ്ത്, ഞാൻ അങ്ങോട്ട് മുങ്ങിയിട്ടില്ല, ഞാൻ ഇങ്ങോട്ട് മുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ്റെ ഭാഗം ക്ലിയർ ആക്കാൻ ശ്രമിക്കും. അത് കേട്ട് മലയാളികൾ കയ്യടിക്കും. വീണ്ടും തൊപ്പി എഴുന്നേൽക്കപ്പെടും. നിങ്ങൾ കണ്ടോ, ഇതിക്കും വലിയ നാൾ വന്നിട്ട് മറ്റാൾ പള്ളിയിൽ പോയിട്ടില്ല. അതുകൊണ്ട് തൊപ്പി നശിക്കും, തൊപ്പിനെ ഇല്ലായ്മ ചെയ്യുക എന്നൊന്നും ആരും വിചാരിക്കേണ്ട. അതൊന്നും ഇനി നടക്കൂല. കാരണം തൊപ്പി എന്ന് പറഞ്ഞാൽ ഓൻ്റെതായ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടുന്ന് എത്ര അവനെ തുടച്ചു മാറ്റാൻ നോക്കിയാലും അവട്ടേന്ന് ഉയർന്നു വരും. അങ്ങനത്തെ ഒരു ലെവലിലേക്ക് അയക്കണം മലയാളികൾക്ക് തൊപ്പി. അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് എനിക്കും അറിയില്ല. വലിയ നന്മ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ അതും ഞാൻ കണ്ടിട്ടില്ല. അതായത് ഓൻ ചെയ്തുകൊണ്ടിരുന്ന നന്മയും നമുക്ക് കാണിച്ചു തന്ന നന്മയും എല്ലാം ഫേക്കായിരുന്നു എന്നുള്ളത് ഇവർ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കണ്ണോപ്പറേഷത്തിന്, കാലോപ്പറേഷത്തിന് ഇതൊക്കെ സംഭാവനയോട് സംഭാവന. എന്നിട്ടും എല്ലാവർക്കും നല്ല പൂട്ടണ്ട് കൂടും. പണ്ട് ആരോ പറഞ്ഞ മാതിരി കിട്ടേണ്ടത് കിട്ടിയാലേ തോന്നേണ്ടത് തോന്നും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.
നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.